ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഈ സമയം എല്ലാത്തിനും മാർഗനിർദ്ദേശം നൽകിയ ജാംബവാനെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ജാംബവാനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദ്വാപര യുഗത്തിൽ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന്റെ ജാമാതാവായി ഭവിക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു. ദ്വാപര യുഗത്തിൽ ജാംബവാന്റെ പുത്രി ജാംബവതിയെ ശ്രീകൃഷ്ണൻ വിവാഹം കഴിക്കുന്നുണ്ട്. സുഗ്രീവൻ ആജ്ഞാപിച്ചു, ഇനി നാം ധർമ്മത്തെ ആചരിക്കണമെന്നില്ല, അധർമ്മത്തെ അധർമ്മം കൊണ്ട് ചെറുക്കണം. കോട്ടകളെ ഇടിച്ചു നിരത്തി അകത്തേക്ക് കടക്കുക. അർക്കപുത്രന്റെ കൽപ്പന കേട്ട് മർക്കടന്മാർ പർവ്വതങ്ങളും മരങ്ങളും ഉപയോഗിച്ച് അടിച്ചു തകർത്തും കുത്തി ഇടിച്ചു നിരത്തിയും പ്രാകാരങ്ങൾ ഭേദിച്ച് അകത്ത് കടന്ന് സർവസ്ഥാനമാനങ്ങളും അഗ്നിക്കിരയാക്കി. ഘോരമായ ശബ്ദകോലാഹലങ്ങള് ദിഗന്ധങ്ങൾ നടുങ്ങും വിധം മുഴങ്ങി. ശൂർപ്പണഖയെയും രാവണനെയും മേഘനാഥനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിശാചരികൾ സംസാരിക്കുന്നതും പ്രാണവെപ്രാളത്തോടെ ഓടുന്നതുമെല്ലാം രാവണൻ കണ്ടു. ശേഷിച്ച നിശാചര നേതാക്കന്മാരോടൊപ്പം പടയോടും കൂടി മേഘനാഥൻ ശത്രു സങ്കേതത്തിലേക്ക് തിരിച്ചു. മേഘനാഥനും ലക്ഷ്മണനും തമ്മിൽ ഏറ്റുമുട്ടി. മേഘനാഥന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാമെന്ന് ലക്ഷ്മണൻ പറഞ്ഞുവെങ്കിലും രാമൻ അതിനനുവദിച്ചില്ല. സമയമായില്ല, അധർമ്മം പ്രവർത്തിക്കാൻ പാടില്ല എന്നും. ഈ സമയം മേഘനാഥൻ അപ്രത്യക്ഷനായിരിക്കുന്നപ്പോൾ അപ്രത്യക്ഷനായിരിക്കുന്ന സ്ഥിതിക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് ഉചിതമല്ല, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. ആ സമയം ഖരപുത്രനായ മകരാശൻ ഒരു വലിയ പടയുമായിട്ട് മേഘനാഥനെ സഹായിക്കാനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് മറഞ്ഞിരുന്ന മേഘനാഥനും അവിടെ എത്തി. രണ്ടുപേരും കൂടി ബാണങ്ങൾ കൊണ്ട് അനവധി കവികളെ കൊന്നൊടുക്കി. അത് കണ്ടിട്ട് ഹനുമാനും അങ്കദനും നളനും നീലനും ജാംബവാനും സുഗ്രീവനും കൂടി ഒരു പറ്റമായിട്ട് രാക്ഷസപ്പടയുടെ നടുവിൽ കയറി ഒരു സംഹാര താണ്ഡവം തന്നെ നടത്തി. അങ്ങനെ സഹസ്രക്കണക്കിന് നക്തഞ്ചരന്മാരെ അവര് കൊന്നൊടുക്കി. ഹനുമാൻ മകരാക്ഷനെ എടുത്ത സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അവൻ ആഴി ഇളക്കി മറിച്ച് വീണ്ടും കരയിൽ കയറി. അതാ ലോകരക്ഷകനായ രാമചന്ദ്രൻ കോദണ്ഡം കുലച്ചു കഴിഞ്ഞു. രാമസായകങ്ങളേറ്റ് രക്ഷോവര വീരന്മാർ സംഖ്യയില്ലാതോളം ചത്തുമലച്ചു വീണു. ഒരു ആഗ്നേയാസ്ത്രമേറ്റ് മകരാക്ഷനും തല തെറിച്ച് കൃതാന്തപുരം പ്രാപിച്ചു. നേരം പ്രഭാതമായി. രാമലക്ഷ്മണന്മാരുമായി നേരിട്ട് നിന്ന് പോരാടുവാനുള്ള ധൈര്യം മേഘനാഥന് കുറഞ്ഞു. മേഘനാഥൻ മായ കൊണ്ടൊരു സീതയെ സൃഷ്ടിച്ച് വിമാനത്തിലിരുത്തി രണാങ്കണത്തിന്റെ മുകളിലായിട്ട് കൊണ്ടുവന്നു. സീത രക്ഷയ്ക്കായി രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് വിലപിക്കുന്നതും എല്ലാവരും കേട്ടു. മേഘനാഥൻ അവളുടെ വാർമുടി ചുറ്റിപ്പിടിച്ച് പൊക്കിക്കൊണ്ട് ഖഡ്ഗത്താൽ കണ്ഠം ഛേദിച്ച് തല കയ്യിലെടുത്തു. ചെഞ്ചോര അടർക്കളത്തിൽ ചിതറി വീണു. വിമാനം പെട്ടെന്ന് അപ്രത്യക്ഷമായി. എല്ലാവരും പകച്ച് നിന്നുപോയി. നമ്മുടെ ദേവിയെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഹനുമാൻ വിലപിച്ചു. സുഗ്രീവാദികൾ ഹൃദയവേദനയോടെ അന്തം വിട്ട് നിലത്തിരുന്നു പോയി. രാമചന്ദ്രനും തെല്ലെന്ന് പരിഭ്രാന്തനായി. ലക്ഷ്മണൻ അമ്പരന്ന് പിറകോട്ടു മറിഞ്ഞു. ആ സമയം അവിടെ എത്തിയ വിഭീഷണൻ കഥയറിഞ്ഞപ്പോൾ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ഉരിയാടി. ഇതെല്ലാം ആ ഇന്ദ്രജിത്തിന്റെ മായാപ്രയോഗങ്ങളല്ലേ? ലോകേശ്വരിയായ ദേവിയെ ആർക്കെങ്കിലും വധിക്കാൻ ഒക്കുമോ? രാമൻ പറഞ്ഞു, കുമാര, ഇന്ന് മേഘനാഥ വധം നടക്കണം, ഉടൻ തയ്യാറായിക്കൊള്ളുക. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, മേഘനാഥനെ വധിക്കുന്നതിന് മുമ്പ് അവന്റെ ജനനത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഞാൻ പറയാം. പാർവതി ദേവിയുടെ തോഴിയായി സുലക്ഷണ എന്നൊരു അപ്സര സുന്ദരി ഉണ്ടായിരുന്നു. പാലാഴി മഥനവേളയിൽ ഉത്ഭവിച്ച അപ്സര നാരിയാണവൾ. പരമശിവൻ ഒരിക്കൽ അവളെ കാമിച്ചു. അദ്ദേഹത്തിന്റെ ബീജത്താൽ അവൾ ഗർഭവതിയായി. അംബികാദേവി ആ വിവരം അറിഞ്ഞ് അവൾ മണ്ഡൂകമായി തീരട്ടെ എന്ന് ശപിച്ചു. മണ്ഡൂകം മണ്ഡോദരിയാവട്ടെ എന്ന് ഭഗവാൻ ആ ശാപത്തെ തിരുത്തി. അവളാണ് പിന്നീട് മയപുത്രിയായ മണ്ഡോദരിയായി തീർന്നത്. അവളുടെ ഉദരത്തിലെ ശൈവ ബീജം ശർവാനുഗ്രഹത്താൽ വളർച്ചയില്ലാതെ കിടന്നിരുന്നു. മണ്ഡോദരിയെ രാവണൻ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് ജനിച്ച പുത്രനായതുകൊണ്ട് മേഘനാഥനിൽ ശിവ ബീജാംശം കൂടി ഉണ്ട്. സങ്കലിത ബീജത്തിൽ നിന്നാണ് അവന്റെ ഉത്ഭവം. അതാണ് അവൻ ഇത്രമാത്രം അധർമ്മിയും അധമനുമായി തീർന്നത്. അവനെ പ്രസവിച്ചപ്പോൾ ഇടിമുഴക്കം പോലെ അവൻ ശബ്ദിച്ചതുകൊണ്ടാണ് മേഘനാഥൻ എന്ന പേര് സിദ്ധിച്ചത്. പരമശിവനെ ഗുരുവായി സ്വീകരിച്ച് പല മായാവിദ്യകളും അഭ്യസിച്ചു.
രാവണൻ ദിഗ്വിജയം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് മേഘനാഥൻ നികുംഭിലയിൽ വെച്ച് നടത്തിയ ഹോമങ്ങളുടെയും തപസ്സിന്റെയും ഫലമായി ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് പല വരങ്ങളും അവന് നൽകിയിട്ടുണ്ട്. അദൃശ്യമായ വിമാനത്തിൽ കടലിലോ കരയിലോ ആകാശത്തിലോ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഏത് വേഷം അവലംബിക്കാനും അവന് കഴിയും. 14 വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് നിർനിദ്രനായി ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾക്കല്ലാതെ അവനെ വധിക്കാൻ സാധ്യമല്ലെന്നുള്ള ഒരു അത്ഭുത വരം കൂടി അവന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഈ ലോകത്തിൽ ഇല്ലെന്നുള്ള വിശ്വാസമാണ് അവനെ ഇത്രമാത്രം അഹങ്കരിപ്പിച്ചത്. ലക്ഷ്മണകുമാരന്റെ 14 വർഷത്തെ ജീവിതചര്യകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവനെ വധിക്കേണ്ടവൻ അദ്ദേഹം തന്നെയാണെന്നും കാണാൻ കഴിയും. ആ നിലയിൽ നെന്തിരുവടി സൗമിത്രിയെ തന്നെ അതിന് നിയോഗിച്ചതും അർത്ഥവത്താണ്. ഒരിക്കൽ നാരദ മഹർഷിയാണ് ഈ രഹസ്യം എന്നെ ധരിപ്പിച്ചത്. മറ്റാർക്കും ഇതറിഞ്ഞുകൂടാ. മായാ സീത വധാനന്തരം അന്തർധാനം ചെയ്ത മേഘനാഥനെ പിന്നീട് യുദ്ധരംഗത്തിൽ കണ്ടില്ല. അവൻ നികുംഭിലയിൽ ഹോമം നടത്തുകയാണ്. അത് പൂർത്തിയായാൽ പിന്നെ അവനെ ജയിക്കാൻ ആരാലും സാധ്യമല്ല. അരൂപിയായി നിന്നുകൊണ്ട് നമ്മെ അവൻ ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവന്റെ ഹോമം മുടക്കണമെന്ന് വിഭീഷണൻ പറഞ്ഞു. വിഭീഷണൻ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ കൂടി ലക്ഷ്മണനും വാനരന്മാരും നടന്ന് നികുംഭിലത്തിന് സമീപമെത്തി. പാറകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടുമൊക്കെ എറിഞ്ഞ് ഹോമദ്രവ്യങ്ങളും ഹോമദീപങ്ങളുമെല്ലാം ചിതറി തെറിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അവന്റെ ഹോമം മുടക്കി. ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. സങ്കരം പൂർവാധികം രൂക്ഷതരമായി. ആരുമാരും ഒരടി പോലും പിന്മാറുന്ന ലക്ഷണമില്ല. ഒടുവിൽ ലക്ഷ്മണൻ അഗ്രജനെ വന്ദിച്ച് നിഗ്രഹശക്തമായ നാരായണാസ്ത്രം വിന്യസിച്ചു. അത് വീരനായ ഇന്ദ്രജിത്തിന്റെ കണ്ഠം മുറിച്ചു. ശിരസ് രാവണന്റെ മുമ്പിൽ ചെന്നു വീണു. പുത്രന്റെ മരണവൃത്താന്തമറിഞ്ഞ പങ്ക്തികന്ധരൻ മോഹാലസ്യപ്പെട്ട് മഞ്ചത്തിൽ വീണുപോയി. പലതും പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്ന രാവണൻ പെട്ടെന്ന് ഒരു നിമിഷം ഒന്നാലോചിച്ചു. എന്റെ മകന്റെ കഴുത്തറപ്പിച്ചത് ആ കുലടയായ സീതയാണ്. അതിനു പകരമായി ഈ നിമിഷം തന്നെ ഞാൻ അവളുടെ കഴുത്തറക്കും. ആ വംശവിദ്വേഷിയായ വിഭീഷണന്റെ ഭാര്യാസന്തതികളെയും ഞാൻ ഹനിക്കും. മറ്റൊന്നും എനിക്കിനി നോക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ ചാടി എഴുന്നേറ്റ് വാളും വീശിക്കൊണ്ട് അശോകാരാമത്തിലേക്ക് നടന്നു. ഈ സമയം പാർശ്വകേശൻ രാവണനെ തടഞ്ഞു. അധർമ്മം പ്രവർത്തിക്കരുതെന്നും അത് തികഞ്ഞ ഭീരുത്വമാണെന്നും അങ്ങ് നേരിട്ട് യുദ്ധം ചെയ്ത് ശത്രുക്കളെ പരാജയപ്പെടുത്തി ആ വരാങ്കനയെ അങ്ങ് പരിഗ്രഹിക്കാനും അദ്ദേഹം പറഞ്ഞു. പാർശ്വകേശന്റെ സന്ദർഭോചിതമായ ഉപദേശം രാവണൻ മനസ്സില്ലാ മനസ്സോടെ സ്വീകരിച്ചു. തൽക്ഷണം തന്നെ ലങ്കാധിപൻ അംഗഭൂമിയിലെത്തി രാമചന്ദ്രനുമായി നേരിട്ടു. അർദ്ധയാമം കൊണ്ട് പകുതിയിലേറെ നിശിചരപ്പടയെ രഘുപതി രാമൻ നിഗ്രഹിച്ചു. രാവണന്റെ രഥം തകർന്നു. സൂതനും കുതിരകളും വധിക്കപ്പെട്ടു. അപ്പോഴാണ് ശത്രു സംഹാരാർത്ഥം ശുക്രാചാര്യർ തനിക്ക് ഉപദേശിച്ചു തന്ന മൂലമന്ത്രാക്ഷരികളും ഹോമകർമ്മ വിധിയും ശക്രവൈരി ഓർമ്മിച്ചത്. മുടങ്ങാതെ ആ ഹോമം നടന്നാൽ ഹോമകുണ്ഡത്തിൽ നിന്നും സമുത്ഭൂതമാകുന്ന ബാണചാപ തൂണീരങ്ങളെ കൊണ്ട് ഏത് ശത്രുവിനെയും നിഗ്രഹിക്കാമെന്ന് ആചാര്യൻ അരുളി ചെയ്തിട്ടുണ്ട്. കൊട്ടാരത്തിൽ തിരിച്ചുവന്ന ദശവദനൻ കണ്ടത് ദുഃഖാർത്തിയായ മണ്ഡോദരിയെയും മേഘനാഥ പത്നിയായ സുലോചനയെയുമാണ്. സമീപത്ത് ധന്യമാല കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്നു. ലങ്കയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇനിയെങ്കിലും യുദ്ധം മതിയാക്കാൻ മണ്ഡോദരി രാവണനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് വകവയ്ക്കാതെ രാവണൻ ഹോമത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. കൊട്ടാരത്തിലേക്ക് പോയ ദശവദനൻ ഉടൻ തന്നെ വലിയൊരു സൈന്യവുമായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച രാമചന്ദ്രന്മാരും മർക്കടപ്പടയും കാത്തുനിന്നു. നേരം 10 നാഴികയോളം പുലർന്നു. എന്നിട്ടും പങ്ക്തികന്ധരന്റെ സാന്നിധ്യം പുറത്തു കണ്ടില്ല. രാവണൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളല്ല. പിന്നെ എന്താണ് ഈ മൗനം? എല്ലാവരും ആലോചിച്ചു. രക്ഷയില്ലെന്ന് കണ്ട് യുദ്ധം മതിയാക്കി പിൻവാങ്ങിയതായിരിക്കുമോ? ഈ വിധത്തിലും ചിലർ സംശയിച്ചു. ആ സമയം കോട്ടയ്ക്കുള്ളിൽ നിന്നും ആകാശത്തിൽ ക്രമാതീതമായ ധൂമപടലങ്ങൾ പോകുന്നത് കണ്ട വിഭീഷണൻ പറഞ്ഞു. രാവണൻ കൊട്ടാരത്തിന്റെ അന്തർഭാഗത്തുള്ള ഒരു രഹസ്യ ഗഹ്വരത്തിലിരുന്ന് ഹോമം നടത്തുകയാണ്. അതിന്റെ പുകയാണ് മേൽപോട്ട് ഉയരുന്നത്. ശുക്രാചാര്യർ ഉപദേശിച്ച മൂലമന്ത്രം ജപിച്ചുകൊണ്ടുള്ള ശത്രുസംഹാര ഹോമമാണത്. അത് പൂർത്തിയായാൽ പിന്നെ ആ ജഗത്രയ വീരനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഹോമം പൂർത്തിയാകാൻ അനുവദിക്കരുത്. അതിനു മുമ്പ് ഏതു വിധവും അത് മുടക്കണം. ആ ഗഹ്വരം കണ്ടുപിടിക്കാനായി കവികൾ പല വഴിക്കും ഓടി നടന്ന് അന്വേഷിച്ചെങ്കിലും അത് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ
വിഭീഷണപുത്രിയായ ത്രിജട ഹസ്തസംജ്ഞയാൽ ആ ഗഹ്വരസ്ഥാനം സൂത്രത്തിൽ അംഗദന് കാണിച്ചു കൊടുത്തു. വാനരന്മാർ എല്ലാവരും കൂടി പിന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞു. കാവൽക്കാരെ മുഴുവനും അവർ അടിച്ചു കൊന്നു. ഹോമദ്രവ്യങ്ങളും ദീപജാലങ്ങളും തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ടും ദശഗ്രീവൻ അശേഷം അനങ്ങിയില്ല. പൂജ തുടരുകയാണ്. അംഗദന്റെയും ഹനുമാന്റെയും നേതൃത്വത്തിൽ ഏതാനും കവികൾ ബിലത്തിൽ കൂടി അകത്തേക്ക് കടന്ന് കർമ്മിയുടെ കരത്തിലിരുന്ന ഹോമക്കരണ്ടിയും മണിയും അവർ പിടിച്ചു പറിച്ച് ദൂരെ എറിഞ്ഞു. ഹോമകുണ്ഡത്തിൽ അവർ വെള്ളമൊഴിച്ച് അഗ്നിയെ കെടുത്തി. ആക്രമണ സന്നദ്ധനല്ലാതിരിക്കുന്ന ആരെയും ആക്രമിക്കരുതെന്നുള്ള രാംഭദ്രന്റെ കൽപ്പന അവർ ഓർമ്മിച്ചു. ആയതിനാൽ സ്വസ്ഥനായിരിക്കുന്ന രാവണനെ അവർ ആക്രമിക്കാൻ മടിച്ചു. നിഷ്ഠയിൽ നിന്നും രാവണനെ ഇളക്കാൻ എന്താണ് മാർഗമെന്നവർ ആലോചിച്ചു. മണ്ഡോദരിയെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് രാവണ സന്നിധിയിൽ നിർത്തി ഭയപ്പെടുത്തുക. എന്നാൽ അധർമ്മപരമായി യാതൊന്നും ചെയ്യരുതെന്നും രഘുവരൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള വിവരം അനിലപുത്രൻ അംഗദാദികളെ ധരിപ്പിച്ചു. അങ്ങനെ അവർ മണ്ഡോദരിയെ കൊണ്ടുവന്ന് രാവണന്റെ മുമ്പിൽ നിർത്തി. അംഗദൻ ഉച്ചത്തിൽ മണ്ഡോദരിയെ ഭീഷണിപ്പെടുത്തി. താരയൻ അവളുടെ ചേല അഴിക്കാനെന്നുള്ള ഭാവത്തിൽ നേരെ അടുത്തു. അവൾ അത്യുച്ചത്തില് നിലവിളിച്ചു. മണ്ഡോദരിയുടെ വിലാപം കേട്ട് ദശകണ്ഠൻ ധ്യാനവും ഹോമവും നിർത്തി ചന്ദ്രഹാസവും കയ്യിലെടുത്തുകൊണ്ട് ഗഹ്വരത്തിന് പുറത്തേക്ക് ചാടി വീണു. അങ്ങനെ ഹോമം മുടക്കിയ വിവരം രാമചന്ദ്രനെ മർക്കടന്മാർ ചെന്നറിയിച്ചു. രാവണൻ മണ്ഡോദരിയോട് പറഞ്ഞു, രാമൻ എന്നെ കൊല ചെയ്യുകയാണെങ്കിൽ വീരപത്നി എന്ന നിലയിൽ നീ അപ്പോൾ തന്നെ സീതയെ വധിച്ച് അഗ്നിപ്രവേശം ചെയ്ത് എന്നോടുകൂടി ചേർന്നുകൊള്ളുക. മക്കളും ഭർത്താവുമില്ലാതെ അശരണ എന്ന നിലയിൽ നീ പിന്നെ ജീവിക്കരുത്. മണ്ഡോദരി രാവണനെ ഉപദേശിക്കുകയാണ്. രാമൻ ജഗന്മയനായ ശ്രീനാരായണമൂർത്തിയുടെ അവതാരമാണ്. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് അദ്ദേഹം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാണ് അദ്ദേഹത്തിന്റെ അവതാരോദ്ദേശം. അതുകൊണ്ട് അങ്ങ് ജനകാത്മജയെ ആ പുണ്യപൂമാന്റെ കാലടികൾ കാഴ്ചവെച്ചിട്ട് തപസ്സിന് പോകൂ. ഞാനും കൂടെ വരാം. ഇതേവരെ ചെയ്ത പാതകങ്ങളെല്ലാം തപസ്സുകൊണ്ട് നമുക്ക് പരിഹരിക്കാം. ഈ രാജ്യം രാമഭക്തനായ വിഭീഷണൻ ഭരിക്കട്ടെ. രാവണൻ പറഞ്ഞു, മണ്ഡോദരി, നീ പറഞ്ഞത് കാര്യമാണ്. ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ സമയം വൈകിപ്പോയി. എല്ലാവരെയും മൃത്യുവിനിരയാക്കിയതിനു ശേഷം ഞാൻ മാത്രം തനിച്ചെന്തിനു ജീവിക്കുന്നു? എന്തായാലും താൻ ഈ യുദ്ധത്തിന് പോവുകയാണെന്നും താൻ മരിച്ചുപോയാൽ സീതയെ ഒരിക്കലും ഉപദ്രവിക്കരുതെന്നും അവൾ പരിശുദ്ധയാണെന്നും വിഭീഷണ പത്നിയായ സരമയും പുത്രി ത്രിജടയും കുംഭകർണ പത്നിയായ ദൗഹിത്രിയും ഒരുമിച്ച് നിങ്ങൾ സ്വരുമയോടെ ജീവിക്കണമെന്നും ഈ വിധം പല ഉപദേശങ്ങളും നൽകി ദശകണ്ഠൻ മണ്ഡോദരിയെ അന്തപുരത്തിലേക്ക് പറഞ്ഞയച്ചു.